പത്മകുമാറിനെതിരായ നടപടി ചർച്ച ചെയ്യാൻ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്, ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യോഗം. നിതിൻ തോമസ് അതിന്റെ വിവരങ്ങൾ നൽകും. നിതിൻ, ഇപ്പോൾ അദ്ദേഹത്തിന് ആത്മകഥയിൽ പറയാനിരിക്കുന്ന അല്ലെങ്കിൽ ഉന്നതൻ കൃത്യമായി സ്ത്രീ പ്രവേശന സമയത്ത് തന്നെയും ADGP ശ്രീജിത്തിനെയും മാറ്റി നിർത്താൻ ഒരു ഉന്നതന്റെ ഇടപെടൽ ഉണ്ടായി തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി പുസ്തക രൂപത്തിൽ വരുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിയുക. എന്താണ് CPM ആലോചിക്കുന്നത്? അതിനു മുൻപേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ നടപടിയിലേക്കാണോ പോവുക? പുറത്താക്കൽ അല്ലെങ്കിൽ തരം താഴ്ത്തൽ, അതിന് അപ്പുറം ഒരു നടപടി അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ഒരു നടപടിയിലേക്ക് വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അത്രമാത്രം ഈ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. നമുക്കറിയാം, മുമ്പ് ഈ പത്മകുമാറിനെതിരെ നടപടിയിലേക്ക് കടക്കണമെന്ന് പല ജില്ലാ കമ്മിറ്റികളിലും അതുപോലെ തന്നെ പലയിടത്തു നിന്നും അഭിപ്രായങ്ങൾ ഉയർന്ന സമയത്ത് കുറ്റാരോപിതൻ മാത്രമല്ലേ, കുറ്റപത്രം സമർപ്പിക്കട്ടെ, കുറ്റം തെളിയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട തിരിച്ചടി, അതുപോലെ തന്നെ പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും പല നേതൃത്വങ്ങളിൽ നിന്നുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം കടുത്തതോടു കൂടിയിട്ടാണ് സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ജില്ലാ കമ്മിറ്റിക്ക് ഒരു നിർദ്ദേശം നൽകേണ്ട സാഹചര്യത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജില്ലാ കമ്മിറ്റി അതിനിർണായകമാണ്. ഇപ്പോൾ ആദ്യം തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടുള്ള ഒരു അവലോകനമാണ് ആദ്യം നടക്കുക. അതിനുശേഷമാണ് പത്മകുമാറിൻ്റെ നടപടി എന്തായിരിക്കണം എന്നുള്ള കാര്യം ചർച്ചയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ജില്ലാ കമ്മിറ്റി ഇന്നെടുക്കുന്ന തീരുമാനം അത് വളരെ നിർണായകമായിരിക്കും. അതിനു മുമ്പ് ഇന്നലെ നമ്മൾ ഇപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മകഥ എഴുതുന്നു, അതുപോലെ തന്നെ ഒട്ടനവധി വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇന്ന് ജില്ലാ കമ്മിറ്റി കൂടി നടപടി എടുക്കാനിരിക്കവേ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലും കാര്യങ്ങളുമൊക്കെ ഒരു സമ്മർദ്ദ തന്ത്രം പോലെ ഇന്നലെ രാവിലെ വന്നിരുന്നു. അപ്പോൾ എന്തായാലും ഒരു തരം താഴ്ത്തൽ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ എന്നതിനെ ഈ ഒരു രണ്ട് നടപടിയിൽ നിന്ന് ഒരു കുറഞ്ഞ നടപടിയിലേക്കാണ് വരുന്നത്. അതായത് ഒരു താക്കീത് അങ്ങനെയുള്ളൊരു നടപടിയിലേക്കാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്തോ പത്മകുമാറിനെ പാർട്ടി നേതൃത്വം പേടിക്കുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ വഴിമാറിയേക്കാം. അപ്പോൾ എന്തായിരിക്കും നടപടി എന്നുള്ളത് ഏറെ ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്.